റാണിക്ക് വേണ്ടിയുള്ള അന്വേഷണം. പണ്ട് ഒരിക്കൽ ഒരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ആർക്കിഡേ. അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്തെ വളരെ നന്നായാണ് നോക്കിയത്. ജനങ്ങളെയെല്ലാം നന്നായാണ് അയാൾ അന്വേഷിച്ചത്. അതുപോലെ ജനങ്ങൾക്കും രാജാവിനോട് വളരെ സ്നേഹവും ബഹുമാനവുമായിരുന്നു. ഇതിനേക്കാളും ഒരു രാജാവിന് മറ്റെന്താണ് സന്തോഷം? പക്ഷെ രാജാവ് ആർക്കിഡേ സന്തോഷവാനായിരുന്നില്ല. അദ്ദേഹം നാട് വളരെ നന്നായി നോക്കി, വളരെ ബുദ്ധിമാനായിരുന്നു, ബലശാലിയും ദീർഘവീക്ഷിയുമായിരുന്നു. നിങ്ങളുടെ കോംപ്ലിമെന്റ്സിന് നന്ദി. ഇതെന്റെ ചുമതലയാണ് സാർ. ഇത്ര നല്ല കാര്യങ്ങൾ മഹാരാജാവിൽ ഉണ്ടായിട്ടും ഈ സന്തോഷങ്ങളെല്ലാം പകരാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ആരുമുണ്ടായിരുന്നില്ല. നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും, ഞാൻ പറഞ്ഞു വരുന്നത് റാണിയെ കുറിച്ചാണ്. ലോകം മുഴുവനും അദ്ദേഹത്തിന് അനുയോജ്യമായ വരനെ അന്വേഷിച്ചു. പക്ഷെ ആരെയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇതുപോലെ എന്തിനാണ് അവർ പോകാൻ അനുവദിച്ചത്? ഞാൻ പറഞ്ഞ ഒരു തമാശ പോലും അവൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഇവൾക്ക് ചിരിക്കാനും അറിയില്ല, അതുപോലെ തന്നെ ആസ്വദിക്കാനും അറിയില്ല. സോ ഇതുപോലെയുള്ള റാണിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? ആർക്കാണോ സാഹസിക യാത്ര ഇഷ്ടം, പിന്നെ ഒരുപാട് തമാശകൾ പറയുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരുത്തിയെ ഞാൻ എവിടെ പോയാണ് കണ്ടുപിടിക്കുക? ഒരു ദിവസം രാജ്യത്തിന്റെ കടൽക്കരയിൽ ഒരു കപ്പൽ വരുന്നത് രാജാവ് കണ്ടു. അദ്ദേഹം അത് നോക്കി നിന്നു. അത് മാത്രമല്ല, അവർ ചെയ്ത യാത്രയെക്കുറിച്ചും അദ്ദേഹം ആലോചിച്ചു. ഞാൻ എന്തുകൊണ്ട് ഒരു കൊള്ളക്കാരിയെ കല്യാണം കഴിച്ചുകൂടാ? തീർച്ചയായും നിങ്ങളുടെ ജനങ്ങൾക്ക് അതൊരിക്കലും ഇഷ്ടമാവില്ല. ശരിയാണ് പറഞ്ഞത്. ആർക്കിടെ ആ സെയിലേഴ്സിനെ നോക്കി. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നി. ഈ കടൽ കച്ചവടക്കാരൊക്കെ ലോകം മുഴുവനും കറങ്ങിത്തിരിഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയൊരു പെണ്ണിനെ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. ഉടൻ തന്നെ രാജാവ് നേരെ ആ വ്യാപാരിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം അവരോട് ചോദിച്ചു. ഓ, നിങ്ങൾക്ക് അനുയോജ്യയായ പെണ്ണാണോ മഹാരാജാവേ? രാജകുമാരി എലീന എങ്ങനെയുണ്ടാകും? അവൾ പാശ്ചാത്യ രാജ്യക്കാരിയാണ്. അവൾ വളരെ സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ അവൾ വളരെ പ്രശസ്തയുമാണ്. അതുമാത്രമല്ല, അവളുടെ അച്ഛൻ ഒരു വലിയ മന്ത്രവാദിയാണ്. ആട്ടെ, അവരെന്തുകൊണ്ടാ ഇത്രയും ദിവസം കല്യാണം കഴിക്കാതിരുന്നത്? അവളെ കുറിച്ച് ഞങ്ങൾ പല ആശ്ചര്യകരമായ കഥകളും കേട്ടിട്ടുണ്ട്. അവൾ ആരുടെ കൈകളിലും അകപ്പെടില്ലത്രേ. എന്ന് വെച്ചാൽ രക്ഷപ്പെടുമെന്നാണോ? അത് അവൾ അവിടുന്ന് മെല്ലെ ഒഴിഞ്ഞു പോകും അത്രേ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതാണ് ഞാൻ കേട്ടത്. കുറച്ച് വ്യസനത്തോടു കൂടിയാണെങ്കിലും പെട്ടെന്ന് തന്നെ രാജാവ് ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഞാൻ ചെന്ന പ്രിൻസസ് ഹലീനയുടെ അടുത്ത് കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കാൻ പോവാ. ധൃതി കാണിക്കല്ലേ. നിങ്ങളുടെ രാജ്യത്തുനിന്നും അവളുടെ രാജ്യത്തിലേക്ക് എത്താൻ ചുരുങ്ങിയത് 10 വർഷമെങ്കിലും ആകും. എന്താ? പിന്നെ തിരിച്ചു വരാൻ വീണ്ടും ഒരു 10 വർഷമാകും. ഇവര് തമാശിക്കുന്നില്ലല്ലോ. ഇത് കേട്ടപ്പോൾ തന്നെ രാജാവിന്റെ മനസ്സ് വേദനിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല. അവര് പറഞ്ഞ സന്ദേശത്തിന് വേണ്ടി അദ്ദേഹം സമ്മാനം നൽകി. അങ്ങനെ തന്നെ രാജാവ് കൊട്ടാരത്തിലേക്ക് വിഷമിതനായി വന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് കൈവിട്ടു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോകുന്നത് എങ്ങോട്ടെന്ന് അറിഞ്ഞിരുന്നില്ല. രാജാവേ, കിങ് ആർക്കിഡേ! എന്ത്? ആരാ? ഞാൻ എവിടെയാണ്? ഗോതമ്പ് കൃഷിയുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത്. ആദ്യമായി അദ്ദേഹം ഗോതമ്പ് വിളിയുന്ന സ്ഥലം കണ്ട് അത്ഭുതപ്പെട്ടു. ഈ കൃഷിക്കാരൻ സത്യത്തിൽ വലിയൊരു പണക്കാരനായിരിക്കാം. രാജാവ് വയല് ചുറ്റി നോക്കി. 4 പേർ അവിടെ നിന്ന് കൊയ്യുന്നത് പെട്ടെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. മഹാരാജാവ് അവർക്കരികിൽ വരുന്നത് കണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. സത്യത്തിൽ ഈ വയൽ ആരുടേതാണ്? ഇത് ഞങ്ങളുടെ സ്വന്തമാണ് രാജാവേ. ഞങ്ങൾ ഒരു വ്യവസായ കുടുംബത്തിലുള്ള സഹോദരങ്ങളാണ്. ഞങ്ങൾ ഒരുമിച്ച് കൃഷി ചെയ്യുകയും കൊയ്യുകയും ചെയ്യും. ഞങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ഓ, ഇത് കേൾക്കാൻ നന്നായിരിക്കുന്നു. ആ വ്യത്യസ്തമായ കഴിവുകൾ എന്താണെന്നൊന്ന് പറയൂ. അതായത് എന്താണ് ആ വ്യത്യസ്തത എന്ന് ഒന്ന് ചോദിക്കൂ രാജാവേ. രാജാവ് ആലോചിച്ചു നിന്നതിന് ശേഷം അവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് അവരിൽ നിന്നും ചോദിച്ചറിഞ്ഞു. അപ്പോൾ അവരിൽ മൂത്തവനായ എഡ്മോൻ പറഞ്ഞു, എനിക്ക് ഉയരത്തിലുള്ള കെട്ടിടം നിർമ്മിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഉയരത്തിൽ ചെന്ന് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തവന്റെ പേര് കോസ്റ്റിയ. എന്നെ കൊണ്ടൊരു കപ്പൽ നിർമ്മിക്കാൻ സാധിക്കും. ആ കപ്പൽ എത്ര വേഗത്തിൽ പോകുമെന്ന് വെച്ചാൽ രാജാവിന്റെ വ്യത്യസ്തമായ കപ്പലെ പോലും അത് തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. നീ ഒരുപാട് കള്ളം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു.
പക്ഷെ കേൾക്കാൻ വളരെ നന്നായിരിക്കുന്നുവല്ലോ. ആ മൂന്നാമന്റെ പേരാണ് ഡീമിയാൻ. ഏതൊരു മൃഗത്തിനും എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നവൻ പറഞ്ഞു. കാരണം മൃഗങ്ങൾക്കനുസരിച്ച് അവന് ആയുധം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവൻ പറഞ്ഞു. അത് മാത്രമല്ല, അത് എവിടെയുണ്ടായാലും ശരി, ഇവന്റെ അടുത്ത് കിട്ടിയാൽ അതിനൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലത്രേ. നിങ്ങൾ പറയുന്നത് മുഴുവൻ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നീ എന്താണൊന്നും മിണ്ടാത്തത്? നീയും പറയൂ. അവരുടെ അവസാനത്തെ അനിയന്റെ പേരാണ് ഓറൽ. അവൻ വളരെ എളുപ്പത്തിൽ ജനങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ എല്ലാവരെയും തന്റെ വരുതിക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ അതിശയമായിട്ട് തോന്നുന്നു. അവർ 4 പേരെയും മഹാരാജാവ് ശ്രദ്ധിച്ചു നോക്കി. ഓ, ഇത് ശരിയായിരിക്കും. എന്താ ഇനി മനസ്സിലായില്ലേ? പ്രിൻസസ് എലനയെ കാണാൻ ഇവർ നിങ്ങളെ സഹായിക്കും. ഓ, മഹാരാജാവ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അവരോട് പറഞ്ഞു. അവരും സഹായിക്കാൻ റെഡിയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആ 3 സഹോദരന്മാരും അവരുടെ പണി തുടങ്ങി. അവരാവശ്യപ്പെട്ട പ്രകാരം മഹാരാജാവ് എല്ലാ സാധനങ്ങളും അവർക്ക് എത്തിച്ചു കൊടുത്തു. നല്ല കല്ലുകളും നല്ല ഇരുമ്പുകളും അവർക്ക് എത്തിച്ചു കൊടുത്തു. എഡ്മണ്ട് അവൻ ഗോപുരം നിർമ്മിക്കാൻ തുടങ്ങി. വെറും 3 ദിവസം കൊണ്ട് അവൻ വലിയ ഗോപുരം നിർമ്മിച്ചു കഴിഞ്ഞു. ഇത് ശരിക്കും കാണാൻ വളരെ അത്ഭുതകരമായിട്ടുണ്ട്. ആ ഗോപുരം കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അവർ എഡ്മനെ കൂട്ടി കോസ്റ്റയെ കാണാനായി ചെന്നു. നിന്റെ അനുജൻ വളരെ മനോഹരമായിട്ട് ബോട്ടുണ്ടാക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതെ, എന്റെ അനുജൻ ഉണ്ടാക്കുന്ന ബോട്ട് എപ്പോഴും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് അവൻ സ്പെഷ്യൽ ആകുന്നത്. അത് ശരി തന്നെയാണ്. അവർ കടലിന്റെ അടുത്തേക്ക് എത്തി. കോസ്റ്റ നേരത്തെ തന്നെ കപ്പൽ നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു. അത് തീർച്ചയായും ഒരു പ്രത്യേക തരത്തിലാണ് കാണപ്പെട്ടത്. അത് കാണുമ്പോൾ ചിലർക്ക് ചിരിക്കാനും തോന്നും. പക്ഷെ രാജാവിന് ചിരിക്കാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കിങ് ചിരിക്കരുതെന്നാ. സോറി. നോക്കൂ രാജാവേ, ഞാൻ ഈ ബോട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. എങ്കിൽ വരൂ, നമുക്ക് നിങ്ങളുടെ മൂന്നാമത്തെ അനുജനെ പോയി കാണാം. രാജാവും അവരും കൂടി അവരുടെ പണിസ്ഥലത്തേക്ക് ചെന്നു. അവിടെ ഡീമിയൻ വളരെ വിചിത്രമായ ഒരു ആയുധം നിർമ്മിക്കുകയായിരുന്നു. അതൊരു തോക്ക് പോലെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വെടിവെച്ചപ്പോൾ ഒരു വലയാണ് പുറത്തേക്ക് വന്നത്. ഇതുകൊണ്ടെല്ലാം പരിക്കേൽക്കാതെ നമുക്ക് പിടിക്കാം. ആ, ഇവൻ തീർച്ചയായും നല്ലവൻ തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ എഡ്മാൻ, നീ ഉണ്ടാക്കിയ ഗോപുരത്തിൽ നിന്നും രാജകുമാരി ഹെലീനയെ കാണാൻ പറ്റുമോ? ആ, ഞാൻ ആദ്യമേ അവരെ കണ്ടു. ഞാൻ ഗോപുരത്തു നിന്നും താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ കിഴക്ക് ഭാഗത്തേക്ക് നോക്കി. അപ്പോ ആ കൊട്ടാരത്തെയും ഹെലീനയെയും ഞാൻ കണ്ടു. അവൾ വളരെ സുന്ദരിയായിരുന്നു. പക്ഷെ അവൾക്ക് ചുറ്റും ഭടന്മാരുണ്ടായിരുന്നു. ഓ, അപ്പൊ പിന്നെ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അവളുടെ അച്ഛൻ വളരെ കർശനക്കാരനാണ്. അതുകൊണ്ട് എല്ലാവർക്കും കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. നിങ്ങൾ അവിടെ എത്താൻ 10 വർഷമാകുന്നു പറഞ്ഞില്ലേ? പക്ഷെ ഞാൻ നിർമ്മിച്ച ബോട്ടിൽ പോവുകയാണെങ്കിൽ ഒരാഴ്ചക്കകം നിങ്ങൾക്ക് അവിടെ എത്താം. കൊള്ളാം. ഇപ്പോഴെങ്കിലും നീ നല്ലൊരു കാര്യം പറഞ്ഞല്ലോ. പിന്നെ നീ എന്ത് പറയുന്നു ഡാമിയൻ? എന്റെ കയ്യിലുള്ള ഈ ആയുധം കൊണ്ട് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ആപത്തിനെ എനിക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. അത് തന്നെയാണ് വേണ്ടതും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ വീരന്മാരല്ലേ രാജാവേ? ഞാൻ പറഞ്ഞത് അങ്ങ് മറന്നുപോയോ? ഞാൻ വിചാരിച്ച ആരെ വേണമെങ്കിലും വശീകരിക്കാൻ പറ്റും. ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് അങ്ങയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. എല്ലാവരും തന്നെ പിറ്റേ ദിവസം രാവിലെ കിഴക്കൻ പ്രദേശത്തേക്ക് യാത്ര തുടങ്ങി. കാസ്റ്റ പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ അവരെല്ലാവരും ആ സ്ഥലത്തേക്ക് എത്തി. ഇപ്പോൾ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോയേ പറ്റൂ. ഓറൽ, ഓറൽ. ഓ, അങ്ങ് വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഓറൽ, ഈ കാര്യം നീ പ്രിൻസസ് ഹെലനയോട് പറയണം കേട്ടോ. ആ, ശരി 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 രാജാവേ. അതിനുശേഷം എല്ലാവരും കൊട്ടാരം നോക്കി നടന്നു. ഓറൽ പോയി ആ സൈനികരോട് സംസാരിച്ചു. ആ സൈനികർ അവൻ പറഞ്ഞത് വിശ്വസിച്ചു എന്നാണ് തോന്നുന്നത്. എങ്കിലും നമ്മൾ അകത്തേക്ക് വിടുമെന്ന് തോന്നുന്നില്ല. ഓ, ഓറൽ ഇങ്ങോട്ടാണ് നോക്കുന്നത്. നമ്മളെയാണ് അവൻ വിളിക്കുന്നത്. രാജാവും മറ്റുള്ളവരും അത്ഭുതപ്പെടുന്ന തരത്തിൽ യാതൊരു പ്രശ്നവും കൂടാതെ കൊട്ടാരത്തിനുള്ളിലേക്ക് നടന്നു. സത്യത്തിൽ ഈ ചെറുക്കൻ കഴിവുള്ളവൻ തന്നെയാണ്.
പോകുന്ന വഴി ഓറൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി മയക്കിക്കൊണ്ടേയിരുന്നു. അവസാനം അവർ ചെന്നെത്തിയത് മഹാരാജാവിന്റെ സിംഹാസനത്തിലായിരുന്നു. നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് ഇതിനകത്തേക്ക് പ്രവേശിച്ചത്? എവിടെ പോയി ഇവിടെയുള്ള സൈനികരൊക്കെ? നോക്കൂ മഹാരാജാവേ, ഞങ്ങളെല്ലാം വ്യാപാരം ചെയ്യുന്നവരാണ്. നിങ്ങളുടെ പേര് കേട്ട് നിങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ലോകത്തിൽ വേറെ എവിടെയും അങ്ങയെപ്പോലെ ഭരിക്കുന്ന ഒരു രാജാവും ഇല്ല. സത്യമാണത്. ഓറൽ തനിക്കാവുന്ന വിധത്തിലൊക്കെ രാജാവിനെ മയക്കാൻ ശ്രമിച്ചു. മഹാരാജാവും കുറേശ്ശെ അവന്റെ വാക്കുകളിൽ വീഴാൻ തുടങ്ങി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറച്ച് നാണക്കേട് തോന്നുന്നില്ലേ രാജാവേ? ആ, അത് മറ്റൊന്നുമല്ല, എന്റെ ശ്രദ്ധ ഒന്ന് പാളിപ്പോയതാണ്. ഓ, ശ്രദ്ധ മാറിയെന്നോ? ഓ, രാജകുമാരിയെ കണ്ടപ്പോൾ താങ്കളുടെ ശ്രദ്ധ മാറിയെന്നാണോ പറയുന്നത്? പിന്നെ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചതെല്ലാം ശരി തന്നെയായിരുന്നു. സംഭവിക്കുന്നതെല്ലാം അവർ ശ്രദ്ധിച്ചു നോക്കി. മഹാരാജാവേ, അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ അങ്ങയുടെ മകളുമായി ഞങ്ങൾ സംസാരിച്ചോട്ടെ? ആ, ഇല്ല, അതായത് അത് പിന്നെ ഞാൻ പറയുന്നത്. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നതെന്ന് അങ്ങക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങ് ഒരു മഹാനായ വ്യക്തിയല്ലേ. എന്താ, ശരിയല്ലേ? മഹാരാജാവ് സമ്മതിച്ചു. വേഗം ഓറൽ രാജകുമാരിയെ വശീകരിക്കാൻ ശ്രമിച്ചു. അവരുടെ കണ്ണുകളെക്കുറിച്ച് അവൻ വർണ്ണിച്ചു. അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവൻ വർണ്ണിച്ചു. അപ്പോൾ ആർച്ചറിന്റെ മുഖവും ബ്ലഷായി. പ്രിൻസസ് ഹെലനസ് ഒന്നും പറയാൻ സാധിക്കാതെ ഇങ്ങനെ നിന്നു. ഇത് നോക്ക്, എത്ര പേരാ എന്നെ മയക്കാനായിട്ട് ശ്രമിച്ചതെന്നറിയോ? അതിനാൽ നിന്റെ ഈ വാക്കുകൾ എന്നിൽ ഇപ്പോൾ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ രാജാവ് മാത്രമല്ല, ആ 4 സഹോദരர்களுം അന്തം വിട്ടു നിന്നു. ഓ, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇപ്പോഴ് നമ്മൾ എന്താ ചെയ്യാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രാജാവേ. എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ അടുത്ത് വിശ്വസ്തമായി നിന്നുകൂടാ? ആ, സത്യമോ? അത് വർക്കൗട്ട് ആവുമോ? നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വേറെ നല്ല ഐഡിയ ഉണ്ടോ? ആ, പ്രിൻസസ് സലീന, ഞാനാണ് രാജാവ് ആർക്കിഡായി. ഞാൻ ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നത് നിങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം. സത്യമാണത്. വളരെ പുതുമയുള്ള കാര്യം. ഞാൻ സമ്മതിക്കുന്നു. അരമനയിലേക്ക് വരാൻ ഞാൻ തയ്യാറാണ്. ഇത് കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ കഴിയുമെങ്കിൽ എന്നെ പിടിക്കൂ. എന്താ, സമ്മതമാണോ? ഇപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? അതെല്ലാം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകുന്നതായിരിക്കും. എല്ലാവരും രാജാവിന്റെ അടുത്ത് നിന്നും അനുവാദം വാങ്ങിച്ചുകൊണ്ട് രാജകുമാരിയെയും കൂട്ടി ആ കപ്പലിന്റെ അടുത്തേക്ക് ചെന്നു. രാജകുമാരി കപ്പലിലേക്ക് കയറിയപ്പോൾ കപ്പൽ യാത്ര ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ രാജകുമാരി രാജാവിന്റെ അടുത്തേക്ക് വന്നു. ഈ പരന്നു കിടക്കുന്ന കടൽ എന്നിൽ വിരസതയുണ്ടാക്കുന്നു. അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീട്ടിലേക്കോ? പക്ഷേ എങ്ങനെ? ഇത് കേട്ട് എല്ലാവരും അതിശയിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രാജകുമാരി ഒരു അരയന്നമായി മാറി. ഓ നോ! എല്ലാവരും പാനിക്കായി. പക്ഷെ ഡീമിയൻ ശാന്തനായിരുന്നു. അവൻ ഗണ്ണെടുത്ത് ഉന്നത്തോടെ വെടിവെച്ചു. പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ഒരു വല പുറത്തേക്ക് വന്നു. ആ വലയിലുള്ളിൽ ആ അരയന്നം കുടുങ്ങി. ഞാൻ കണ്ട അരയന്നം എവിടെ പോയി? രാജകുമാരി ഇപ്പൊ എലിയായി മാറിക്കഴിഞ്ഞു. പറ്റുമെങ്കിൽ പിടിക്കൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതായിരുന്നു. വല മുറിച്ച് അരയന്നം പോകാൻ ശ്രമിക്കുമ്പോൾ ഡീമിയൻ അതിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കപ്പലിൽ ഒളിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി. ഇപ്പൊ മീനായി മാറി. ഡീമിയൻ പെട്ടെന്ന് തന്നെ ആഴക്കടലിലേക്ക് ചാടി. ഒരു കണക്കിന് അവൻ രാജകുമാരിയെ പിടിച്ചു. അവൻ പിടിച്ച് അതിനെ താഴ്ത്തിട്ടപ്പോൾ പെട്ടെന്ന് തന്നെ രാജകുമാരിക്ക് അവരുടെ രൂപത്തിലേക്ക് വരാൻ സാധിച്ചു. ഓ, നിങ്ങൾ അവസാനം എന്നെ പിടിച്ചു കഴിഞ്ഞു. അതെ, ഇനിയെങ്കിലും നിനക്ക് എന്റെ കൂടെ ജീവിച്ചുകൂടെ? അതെ, അരൺമനയിലേക്ക് വരാൻ ഞാനിപ്പോൾ തയ്യാറാണ്. എന്നാൽ ഞാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നിങ്ങളെ ഞാൻ വിവാഹം ചെയ്യുകയുള്ളൂ. ഒരുപക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകുന്നതായിരിക്കും. ആ, എനിക്ക് സമ്മതമാണ്. വാവ്! രാജകുമാരിക്ക് നിങ്ങളെ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ തന്നെ ചെയ്യണം. അങ്ങനെ തന്നെ യാത്ര തുടർന്നു. ചില നാളുകൾക്ക് ശേഷം രാജാവ് തന്റെ രാജ്യത്തേക്ക് എത്തി. അവിടെ കുറച്ചു നാൾക്ക് ശേഷം രാജകുമാരി രാജാവിനെ സ്നേഹിക്കാൻ തുടങ്ങി.
അതിനുശേഷം അദ്ദേഹത്തെ വിവാഹവും ചെയ്തു. ശരി, നമുക്കിനി സഹോദരങ്ങളെ കുറിച്ച് സംസാരിക്കാം. അവർ ചെയ്ത കാര്യത്തിന് അവർക്ക് ഒരുപാട് സമ്മാനവും നൽകപ്പെട്ടു. അവർ വീണ്ടും അവരുടെ വ്യവസായത്തിലേക്ക് മടങ്ങി. കാരണം വ്യവസായം ചെയ്ത് കിട്ടുന്ന പൈസ തന്നെ അവർക്ക് ജീവിക്കാൻ മതിയെന്ന് അവർ തീരുമാനിച്ചു.